ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ പാരലൽ ലൈൻസ് 3rd ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ്. അതിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 50 വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. അതിൽ രണ്ടാമത്തെ പ്രോബ്ലമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇൻ ദ പാരലലോഗ്രാം ABCD. അപ്പോൾ ABCD എന്ന് പറഞ്ഞിട്ടൊരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. എൻ്റെ പിക്ചർ കുറച്ചൊന്ന് ചെരിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് പിക്ചർ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ABCD ആണ് ഇവിടുത്തെ പാരലലോഗ്രാം. ഇനി ദ ലൈൻ ത്രൂ ദ പോയിന്റ് P, ഈ ലൈൻ ത്രൂ ദ പോയിന്റ് P എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, പിയിൽ കൂടെ പോകുന്ന ലൈൻ അല്ലേ. ഓൺ AB എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിന്റ്, അതായത് ABയിൽ വരുന്ന ഒരു പോയിൻ്റാണ് P അല്ലേ. പിന്നെ ക്യൂയിലൂടെ ഒരു പാരലൽ ലൈൻ പോകുന്നുണ്ട്, അതാണ് ഇത്. അതായത് ഇവിടെ RQ എന്ന് പറയുന്ന ലൈനും അതുപോലെ PQ എന്ന് പറയുന്ന ലൈനും തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതിൽ ഈ RQ DCക്ക് പാരലലും ഈ PQ BCക്ക് പാരലലും ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് AP ബൈ PB പറഞ്ഞാൽ ഈ ഒരു പാർട്ടും ഈ ഒരു പാർട്ടും ഇസ് ഈക്വൽ ടു AR ബൈ AR എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ അല്ലേ, AR ബൈ RD എന്ന് പറഞ്ഞാൽ ഈ ഒരു പീസ്. അതായത് AP ബൈ PB ഇസ് ഈക്വൽ ടു AR ബൈ RD. പിന്നെ രണ്ടാമത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് AP ബൈ AB എന്ന് പറഞ്ഞാൽ AP എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ, AB എന്ന് പറഞ്ഞാൽ ഈ ഹോൾ ലൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് നേരത്തെ. നമ്മൾ തിയറംസ് പഠിച്ചപ്പോൾ 3 തിയറം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അതിലെ 2 തിയറങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ വരുന്നുണ്ട് നമുക്ക്. ഒന്ന് സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്നത്, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ അതിൻ്റെ മറ്റ് 2 സൈഡുകളെ ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും. അങ്ങനെ ഒരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വേറൊരു തിയറം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിന് പാരലായിട്ട് വരുന്ന ലൈൻ ആ മറ്റ് 2 സൈഡുകൾ, ആ ട്രയാങ്കിളിൻ്റെ മറ്റ് 2 സൈഡുകളെ ഒരേ പാർട്ടാക്കി മാറ്റും എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു 2 തിയറാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ വരണേ നോക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ പ്രൂഫ് നമുക്ക് നോക്കാം. അതായത് എങ്ങനെയാണ് AB ബൈ PB AR ബൈ RD എന്ന് വരണേ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾ നമുക്കിവിടെ കൺസിഡർ ചെയ്യണം. അതിൽ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ ഇതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഇതാ ഈ ട്രയാങ്കിൾ കേട്ടോ. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൻ്റെ പേരെന്താ, ABC. അപ്പോൾ നമ്മൾ കൺസിഡർ ട്രയാങ്കിൾ ABC. അതായത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ ഇവിടെ യെല്ലോ എന്ന് എഴുതുന്നുണ്ട്. ഇവിടെ യെല്ലോ ഷെയ്ഡിൽ കൊടുത്ത ട്രയാങ്കിൾ, അതാണ് എന്ത്, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ. അപ്പോൾ അതിൻ്റെ നിങ്ങൾ നോക്കിക്കേ, ഈ BC എന്ന് പറയുന്ന ലൈനും പിന്നെ പാരലല്ലേ ഈ PQ എന്ന് പറയുന്ന ലൈൻ, അതവർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് ഈ BC, അതിന് പാരലായിട്ട് വരുന്ന ലൈനാണ് PQ. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ 2 സൈഡുകളായ ABനെയും ACനെയും ഈ PQ ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യില്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു തിയറം പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമുക്കിവിടെ എഴുതിക്കൂടെ. അപ്പോൾ നമുക്കിവിടെ എഴുതാം, ട്രയാങ്കിൾ ABC BC പാരലൽ ടു PQ. ഇവിടെ ഈ BCയും PQയും പാരലലാണ്. സോ PQ കട്ട് AC ആൻഡ് AB ഇൻ ദ സെയിം റേഷ്യോ അല്ലേ. ഈ PQ എന്ന് പറയുന്ന ലൈൻ ഈ ACനെയും ABനെയും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും. അപ്പോൾ അത് ഏത് തിയറാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു any one side of that triangle cut the other 2 sides of the triangle in the same ratio അല്ലേ. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അതായത് ഒരു ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു സൈഡിന് പാരലായിട്ട് വരുന്ന ലൈൻ, ആ ലൈനാണ് ഇവിടുത്തെ PQ. മറ്റ് 2 സൈഡായ ACനെയും ABനെയും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും. അപ്പോൾ നമുക്കതിങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, AP ബൈ AP എന്ന് പറഞ്ഞാൽ ഇവിടെ വരെയുള്ളത് അല്ലേ, AP ബൈ PB ഇതല്ലേ ഈ മറ്റേ കഷ്ണം. അപ്പോൾ AP ബൈ PB ഈക്വൽ ടു ഇവിടെയോ ഈ പച്ച ഗ്രീൻ ലൈൻ AC അല്ലേ, അതിനെയും കട്ട് ചെയ്യും AQ ബൈ QC അങ്ങനെ കട്ട് ചെയ്യല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടെ നിൽക്കട്ടെ. ഇതിന് നമുക്ക് 1 നമ്പർ കൊടുക്കാം. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, അടുത്ത നിങ്ങൾ നോക്കിക്കേ. ഇതിൽ നമ്മുടെ പിക്ചറിൽ എന്താണ്, ഈ ട്രയാങ്കിൾ, മറ്റേ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതിൽ രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിളിന് ഞാൻ ഒരു ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഈ ട്രയാങ്കിൾ ഓക്കെ,
ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് കൊടുത്ത ട്രയാങ്കിൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലേ? ഈ ഓറഞ്ച് ഷെയ്ഡ് കൊടുത്ത ട്രയാങ്കിൾ, ആ ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ, കൺസിഡർ ഏതാണ്? ട്രയാങ്കിൾ ഇത് ADC. ഈ ഓറഞ്ച് കളറിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ട്രയാങ്കിൾ ADC കൺസിഡർ ചെയ്തല്ലോ. ആ ട്രയാങ്കിളിനെ നമ്മൾ എങ്ങനെ എഴുതാം നോക്കിക്കേ. ഈ RQയും DCയും പാരലൽ അല്ലേ? ആ ട്രയാങ്കിളിൽ RQ പാരലൽ ടു DC ആണ് അല്ലേ? ഈ RQ പാരലൽ ടു DC ആണ്. അപ്പോൾ ഈ DC ട്രയാങ്കിളിൻ്റെ ഒരു സൈഡല്ലേ? അതിന് പാരലായിട്ടൊരു സൈഡ് വരച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ഈ ട്രയാങ്കിളിൻ്റെ മറ്റ് രണ്ട് സൈഡായിട്ടുള്ള ഈ ADനെയും ഈ ACനെയും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യില്ലേ? അപ്പോൾ അത് നമുക്ക് എഴുതാമല്ലോ. സോ എന്ത് ചെയ്യും? ഈ RQ എന്ത് ചെയ്യും? RQ കട്ട് ഏതൊക്കെ സൈഡുകളെയാ? AC അല്ലേ? AC ആൻഡ് AD ഇൻ ദ സെയിം റേഷ്യോ. ഇവിടെ വരുന്നത് ഈ ഒരു തിയറം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല. നിങ്ങളിങ്ങനെ എഴുതിയാൽ മതി. RQ cut AC and AD, the other two side of this triangle in the same ratio. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ആ സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം നോക്കിക്കേ. ഇതാ ഇവിടെ AQ by QC ഈക്വൽ ടു അല്ലേ? AQ by QC ഈക്വൽ ടു ഇവിടെ എന്താ വരിക? AR by RD. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ കമ്പയറിങ് ദീസ് ടു ഇക്വേഷൻ, ഈ 1 and 2 നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം അല്ലേ? കമ്പയറിങ് ഇക്വേഷൻസ് 1 and 2, ഈ 1ഉം 2ഉം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവുമല്ലോ. ഈ AQ by QC ഇവിടെ കോമൺ അല്ലേ രണ്ടിലും? അത് രണ്ടും കോമൺ ആണെങ്കിൽ അപ്പോൾ AP PBയും AQനും QCക്ക് ഈക്വലാണ്. ഇവിടെ AR RD AQ by QCക്ക് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ AP by B PB AR by RDക്ക് ഈക്വൽ ആവില്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? AP by PB is equal to AR by RD. ഇതാണല്ലോ നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതവിടെ പ്രൂവ് ചെയ്തല്ലോ. അപ്പോൾ നമുക്കങ്ങനെ കിട്ടി. ഇനി അടുത്ത് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ്ലി AP by AB is equal to AR by AD എന്നാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നോക്കിയേ, AP by AB അത് നമുക്കിവിടെ എഴുതാലോ. കൺസിഡർ ദ ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്? ABC, നമ്മുടെ യെല്ലോ ട്രയാങ്കിൾ ABC. ഓക്കെ, ഏതാണ്? നമ്മുടെ യെല്ലോ ട്രയാങ്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ യെല്ലോ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലേ, ഈ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ AP by AB എന്തായാലും നമുക്ക് അതിനെ എഴുതാൻ പറ്റാം ഇസ് ഈക്വൽ ടു AQ by AC. എന്താ അതിൻ്റെ റീസൺ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിരിക്കുന്നത് നമ്മൾ? ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ parallel to one side of the triangle cuts the other two sides in same part or equal part അല്ലേ? ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നല്ലേ. അപ്പോൾ നോക്കിയേ, ഈ ട്രയാങ്കിൾ യെല്ലോ ട്രയാങ്കിളിൽ ഇത് ഈ CBയും PQയും പാരലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താ, അങ്ങനെ പാരലായിട്ടുള്ള ലൈനുകൾ ഇതിന് ഈക്വൽ പാർട്ടാക്കുന്നു കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരു തിയറത്തിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. AP എന്ന് പറയുന്നത് AP by AB, അതായത് ഒരു പാർട്ടല്ലേ, അത് ഇതിൻ്റെ ഏത് പാർട്ടായിട്ടാണ് വരിക? AQ by AC. ഓക്കെ, അതായത് ഈ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ദ എൻറ്റയർ ലെങ്ത്ത്, ഈ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ഈ എൻറ്റയർ ലെങ്ത്ത് ആയിരിക്കുമല്ലോ. ഈക്വൽ പാർട്ടുകളായിട്ട് അതിനെ കട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എഴുതി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ സെക്കൻഡ് ട്രയാങ്കിൾ, സെയിം ട്രയാങ്കിൾ തന്നെ കൺസിഡർ ചെയ്യാം. നേരത്തെ ചെയ്തത് തന്നെ കൺസിഡർ ട്രയാങ്കിൾ ADC അല്ലേ? ഈ ഓറഞ്ച് കളറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിൾ, ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? ഏത് പാർട്ടാണ് വരിക? ഈ RQ ഈ DCക്ക് പാരലാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലൈനിനെയും അതെന്ത് ചെയ്യും?
അതായത് എ ഡി എന്ന് പറയുന്ന ലൈനെയും എ സി എന്ന് പറയുന്ന ലൈനിൽ അത് ഈക്വൽ പാർട്ടുകളാക്കും അല്ലേ. നേരത്തെ നമ്മൾ ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ഈക്വൽ പാർട്ടുകളാക്കുന്നു നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ പാർട്ടുകളാക്കുമെന്ന് പറഞ്ഞാൽ എ ക്യൂ ബൈ എ സി ഇസ് ഈക്വൽ ടു ഇവിടെയോ എ ആർ ബൈ എ ഡി. ഓക്കെ, എ ആർ ബൈ എ ഡി ഇങ്ങനെ കിട്ടുമല്ലോ. ഇത് സെക്കൻഡ് ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാം. ഇനി കമ്പയറിങ് ദീസ് ടു ഇക്വേഷൻ, ഈ ഒന്നും രണ്ടും കമ്പയർ ചെയ്ത് നോക്കൂ നിങ്ങൾ. എ ക്യൂ ബൈ എ സി കോമൺ ആണ് അല്ലേ. അപ്പോൾ എ ക്യൂ ബൈ എ സിയുടെ എ പി ബൈ എ ബി ഈക്വൽ ആണ്, എ ക്യൂ ബൈ എ സിയുടെ എ ആർ ബൈ എ ഡി ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം, നമുക്കതിന് എന്തെഴുതാം, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതും ഈക്വൽ ആണെന്ന് പറഞ്ഞുകൂടെ. അപ്പോൾ നമുക്ക് എ പി ബൈ എ ബി ഇസ് ഈക്വൽ ടു എ ആർ ബൈ എ ഡി എന്ന് എഴുതാം അല്ലേ. ഇത് തന്നെയല്ലേ നമ്മളോട് ഇവിടെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് പ്രോബ്ലത്തിൽ. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇവിടെ ഈ രണ്ട് തിയറംസും നമ്മളിവിടെ ഓർക്കണം. ഏതൊക്കെയാണ്, അതായത് ഒരു സൈഡിനോട് ഈക്വലായിട്ട് വരുന്ന പാരലായിട്ട് വരുന്ന ഒരു ലൈൻ മറ്റ് രണ്ട് സൈഡുകൾ ട്രയാങ്കിളിൻ്റെ സൈഡിൽ ഈക്വൽ റേഷ്യോയിലും കട്ട് ചെയ്യും, അത് ഈക്വൽ പാർട്ടുകളായിട്ടും അതിനെ കട്ട് ചെയ്യും. ഓക്കെ, അത് രണ്ടും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇത് രണ്ട് ക്വസ്റ്റ്യനും പ്രൂവ് ചെയ്തത്. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് പേജ് നമ്പർ 50 ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ പിക്ചർ ബിലോ, ഈ തന്നിരിക്കുന്ന പിക്ചറിൽ 2 കോർണേഴ്സ് ഓഫ് ദ പാരലലോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ഈ ബ്ലൂ ലൈനിൽ കൊടുത്തിട്ടില്ലേ, അതാണ്. ഇപ്പോൾ ഞാൻ അതിന് പി ക്യു ആർ എസ് എന്ന് പേര് കൊടുക്കുകയാണ്. ഇവിടെ അവർ പേരൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാനതിന് പി ക്യു ആർ എസ് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഈ പാരലലോഗ്രാമിൽ ആർ ജോയിൻ ടു ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് 2 സൈഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ജോയിൻ ടു ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് 2 സൈഡ്സ്. അതായത് ഇപ്പോൾ ഇവിടുത്തെ ഈ ക്യൂവിൽ നിന്ന് ഈ എസ് ആറിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഈ എസ് സിന്ന് ഈ പി ക്യൂവിൻ്റെ മിഡ് പോയിൻറ്റ് ഇവിടേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ റെഡ് ലൈനുകൾ ഈ വെർട്ടെക്സിൽ നിന്ന് ഇതിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് എസ് ആറിൻ്റെ മിഡ് പോയിൻറ്റിക്കും ഈ എസ്സിന്ന് ഈ പി ക്യൂവിൻ്റെ മിഡ് പോയിൻറ്റിലേക്കുമാണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ പി ക്യൂവിനെ അത് ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഈ റെഡ് ലൈൻ. അതുപോലെ ഈ റെഡ് ലൈൻ എസ് ആറിനെ ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുന്ന ഈ ലൈനിന് ഞാൻ ഇവിടെ പേര് കൊടുക്കാം. ഇതിന് ഞാൻ എ എന്ന് കൊടുക്കുന്നുണ്ട്, ഇവിടെ ഇതിന് ബി എന്നും ഞാൻ പേര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൂവ് ദാറ്റ് ദീസ് ലൈൻസ് കട്ട് ദീസ് ഡയഗണൽസ് ഇൻ ദ പിക്ചർ ഇൻ 3 ഈക്വൽ പാർട്സ്. ഈ 2 ലൈൻസും ഈ ഗ്രീൻ ലൈൻ ഉണ്ടല്ലോ, അതായത് പി ആർ എന്ന് പറയുന്ന ലൈൻ, അതിനെ 3 ഈക്വൽ പാർട്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുന്ന ഓരോ പോയിന്റിനും നമുക്ക് വേറൊരു പേരൊക്കെ കൊടുക്കാം. ഇതിന് ഞാൻ എം എന്ന് കൊടുക്കുന്നുണ്ട്, ഇതിന് എൻ എന്ന് കൊടുക്കുന്നുണ്ട്. പേര് നമുക്ക് വിഷയമല്ല, നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ ഏത് പേര് കൊടുത്താലും അത് വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതിയാൽ മതി. ഓക്കെ, പേരുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ലെറ്റേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പല ബുക്കുകളിൽ പല ലെറ്റേഴ്സൊക്കെ ആയിരിക്കും അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ നിങ്ങൾ നോക്കുക ഏതൊക്കെയാണ്, അതായത് ലെറ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാം. ലെറ്റേഴ്സ് അല്ല, നമ്മൾ പഠിക്കുന്ന തിയറി നമുക്ക് അപ്ലൈ ചെയ്യും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ പി എമ്മും എം എന്നും എൻ ആറും ഒരേ ലെങ്ത് ആണെന്നാണ്, അല്ലെങ്കിൽ ഒരേ ലെങ്ത് അല്ല, ഒരേ റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നതെന്ന്. ഓക്കെ, അല്ല 3 ഈക്വൽ പാർട്സ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 3 ഈക്വൽ പാർട്സുകളാണെന്ന്, അതായത് ഒരേ ലെങ്ത്തിലാണ് അതിനെ കട്ട് ചെയ്യുന്നതെന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് പി എം ഇസ് ഈക്വൽ ടു എം എൻ ഇസ് ഈക്വൽ ടു എൻ ആർ. ഓക്കെ, ഈ പി എം ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളതും എം തൊട്ട് എൻ വരെയുള്ളതും എൻ തൊട്ട് ആർ വരെയുള്ളതും എന്താണെന്ന് പ്രൂവ് ചെയ്യണം, ഈക്വൽ പാർട്സുകളാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യണത്. അതായത് ഈക്വൽ പീസസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ച തിയറി അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ 2 ട്രയാങ്കിളുകൾ നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ യെല്ലോ കളർ കൊടുക്കുന്നുണ്ട് ഒരു ട്രയാങ്കിളിന്. ഓക്കെ, ഈ കളർ കൊടുക്കുന്ന ട്രയാങ്കിൾ, ഈ യെല്ലോ ട്രയാങ്കിൾ കേട്ടോ. ആ യെല്ലോ ട്രയാങ്കിൾ നിങ്ങളൊന്ന് നോക്കിക്കേ. അതിൽ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ക്യൂ എന്ന് പറയുന്ന ലൈൻ, ഈ ക്യൂ എന്ന് പറയുന്ന ലൈനും എ എന്ന് പറയുന്ന ലൈനും പാരലൽ അല്ലേ. അപ്പോൾ ഇത് പാരലൽ ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല, ആണെന്ന് വിചാരിക്കാം. ഈ 2 ലൈൻ പാരലൽ ആണെങ്കിൽ അത് ഈ പി ക്യൂ എന്ന് പറയുന്ന ലൈനെയും പി എന്ന് പറയുന്ന അതിൻ്റെ 2 അതർ സൈഡുകളെ അത് ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യില്ലേ. അപ്പോൾ നമുക്ക് ഈ പി എമ്മും എം എന്നും ഒരേ ലെങ്ത്തിലാണ്, റേഷ്യോയിലാണ്, അല്ലെങ്കിൽ ഒരേ പാർട്ടാണെന്ന് നമുക്ക് അതിൽ നിന്ന് പ്രൂവ് ചെയ്തുകൂടെ. അപ്പോൾ നമുക്കത് ഒരു പ്രൂഫ് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേറൊരു ട്രയാങ്കിൾ ഇവിടെ കൺസിഡർ ചെയ്ത് നോക്കിക്കേ. ഇവിടെ ഞാനിപ്പോൾ ഈ ഓറഞ്ച് ഷെയ്ഡിൽ കൊടുക്കുന്ന ട്രയാങ്കിൾ നിങ്ങൾ നോക്കിയേ. ഈ ഓറഞ്ച് ഷെയ്ഡിൽ കൊടുക്കുന്ന ഈ ട്രയാങ്കിൾ
നമ്മളിങ്ങനെ തന്നെ പ്രൂവ് ചെയ്യണം. ഇത് ഇതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഈ രണ്ട് ലൈൻ എസ് എം എന്ന് പറയുന്ന ലൈനും അതുപോലെ ബി എൻ എന്ന് പറയുന്ന ലൈനും പാരലാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതും ഈ രണ്ട് സൈഡുകളെ എസ് ആർ എന്ന് പറയുന്ന സൈഡിനെയും എം ആർ എന്ന് പറയുന്ന സൈഡിനെയും ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യില്ലേ? അപ്പോൾ അതിൽ എം ആർ എന്ന് പറയുന്ന സൈഡിനെ ഈക്വൽ പാർട്സ് അല്ലെങ്കിൽ ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ഈ എം എന്നും എൻ ആറും ഒരേ പാർട്ട് അല്ലെങ്കിൽ ഒരേ റേഷ്യോയിൽ ഈക്വലായിട്ട് ഈ സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുമെന്ന് പറയാമല്ലോ. അപ്പം നമുക്ക് അതാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ലൈൻസ് പാരലാണെന്ന് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഈ എസ് എ എന്ന് പറയുന്നതും ബി ക്യൂ എന്ന് പറയുന്നതും അതുപോലെ എസ് ഒ ബി എ ക്യൂ ഇവർ പാരലാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതൊരു പാരലലോഗ്രാം ആണെന്ന് ഇവിടെ പ്രൂവ് ചെയ്താൽ മതി. ഏത്, ഈ എസ് ബി ക്യൂ എ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ചെറിയ ആ ഒരു പോർഷൻ, അതായത് എസ് ബി ക്യൂ എ, അതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ പാരലലോഗ്രാമാണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് ഈ രണ്ട് റെഡ് ലൈൻസ് പാരലാണെന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ പാരലൽ ലൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിച്ചിരിക്കുന്ന തിയറം വെച്ചിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ഒരു പോയിന്റ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ അതായത് കൺസിഡർ ക്വാഡ്രിലാറ്ററൽ എസ് ബി ക്യു എ, അതായത് ഇത് എസ് ബി ക്യു എ. ഇനി അതിന് നോക്കിയേ, ഈ എസ് ബി എന്ന് പറയുന്നത് എസ് ആറിൻ്റെ പകുതിയല്ലേ? കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ബി എന്ന് പറയുന്നത് ഈ എസ് ആറിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്ന് അല്ലേ. അപ്പോൾ നമുക്കത് അങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ എസ് ബി ഇസ് ഈക്വൽ ടു ഹാഫ് എസ് ആർ എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കിയേ, പിയുടെ മിഡ് പോയിൻ്റ് അല്ലേ എ എന്ന് പറയുന്നത്. അപ്പോൾ പിയും ക്യൂനെയും അത് ഈക്വലായിട്ട് കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ പി എയും എ ക്യൂം ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എ ക്യൂ എന്ന് പറയുന്നത്, അതായത് ഈ എ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് പി ക്യൂ എന്ന് എഴുതിയൂടെ? ഈ എൻ്റെയർ പി ക്യൂൻ്റെ ഹാഫ് ആയിരിക്കില്ലേ ക്യൂ. അപ്പോൾ നമുക്കതിനെ ഹാഫ് പി ക്യൂ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിന് റീസൺ എന്താണ്? ഇതെങ്ങനെയാണ് ഈ ഹാഫ് എസ് ബി എന്ന് പറയുന്നത് ഹാഫ് എസ് ആർ ആയത്? കാരണം എന്താണ്, ബി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എസ് ആർ അല്ലേ. ഇനി ഇവിടെയോ എ ക്യൂ എങ്ങനെയാണ് പി ക്യൂൻ്റെ ഹാഫ് ആയത്? കാരണം എ പി ക്യൂൻ്റെ മിഡ് പോയിൻ്റ് ആണ്. എ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് പി ക്യൂ അല്ലേ, പി ക്യൂൻ്റെ മിഡ് പോയിൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈക്വൽ ആയത്. അപ്പോൾ നോക്കിയേ, ഈ എസ് ബിയും എ ക്യൂ എന്ന് പറയുന്നത് ഈ ചെറിയ പീസുകൾ അല്ലേ, അത് രണ്ടും ഈ രണ്ട് പാരലൽ ലൈനിലല്ലേ വരുന്നത്. അതായത് എസ് ആറിലും പി ക്യൂലും വരുന്നതാണ് അല്ലേ, അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഈ എസ് ആറും എന്താ പി ക്യൂവും പാരലാണെന്ന് അല്ലേ. ഇത് പാരലലോഗ്രാമാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി ക്യൂവും എസ് ആറും എന്തായിരിക്കും, പാരലായിരിക്കും. അതുപോലെ പാരലും ആയിരിക്കും ഈക്വലും ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പാർട്ടുകളായിട്ടുള്ള ഈ എസ് ബിയും എ ക്യൂവും പാരലും അതുപോലെ ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? അതാണ് നമ്മളിവിടെ ഹാഫ് എസ് ആർ, ഇത് ഹാഫ് എസ് ആർ, ഇത് ഹാഫ് പി ക്യൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, എസ് ബി എന്ന് പറയുന്നതും എസ് ബിയും അതുപോലെ നമ്മുടെ എ ക്യൂവും പാരലൽ ടു എ ക്യൂ, അതുപോലെ തന്നെ എസ് ബി ഈക്വൽ ടു എ ക്യൂ എന്നും എഴുതാം അല്ലേ. കാരണം എന്താണ്, അത് ഈ എസ് ആറിൻ്റെയും പി ക്യൂൻ്റെയും വരുന്ന അതിൽ ആ ലൈനിൽ തന്നെ വരുന്ന ഒരു പാർട്ടാണ് അല്ലേ. അപ്പോൾ നമുക്കത് ഈക്വൽ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ രണ്ട് സൈഡുകൾ, ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വലും പാരലലും ആണെങ്കിൽ ആ ഒരു ക്വാഡ്രിലാറ്ററൽ എസ് ബി എ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈസ് എ പാരലലോഗ്രാം. അതൊരു പാരലലോഗ്രാം ആയിരിക്കും. അതായത് ഈ എസ് ബി ക്യു എ ഒരു പാരലലോഗ്രാം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പാരലലോഗ്രാമിൻ്റെ അടുത്ത രണ്ട് സൈഡുകളല്ലേ ഈ രണ്ട് റെഡ് ലൈൻസ്. അപ്പോൾ അവരും ഈക്വൽ ആൻഡ് പാരലൽ ആയിരിക്കുമല്ലോ. സോ ഇത് രണ്ടും അല്ലേ, എസ് എയും പാരലൽ ടു ബി ക്യു അല്ലേ, ബി ക്യു, അതുപോലെ അവർ ഈക്വലും ആയിരിക്കും, എസ് എ ഈക്വൽ ടു ബി ക്യു. ഓക്കെ, അപ്പോൾ അത്രയും കിട്ടി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു പോയിന്റ് നമുക്കിവിടെ കിട്ടി. അതായത് ഈ രണ്ട് റെഡ് ലൈൻസും ഈക്വൽ ആൻഡ് പാരലലാണ്. ഇനി നിങ്ങൾ ഈ മഞ്ഞ ട്രയാങ്കിൾ മാത്രം ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിയേ. ഈ യെല്ലോ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം, കൺസിഡർ ദ യെല്ലോ ട്രയാങ്കിൾ, ഏതാ യെല്ലോ ട്രയാങ്കിൾ, പി എൻ ക്യൂ അല്ലേ, പി എൻ ക്യൂ, അതാണ് യെല്ലോ ട്രയാങ്കിൾ നമ്മുടെ അല്ലേ, യെല്ലോ ട്രയാങ്കിൾ. അപ്പോൾ പി എൻ ക്യൂ കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കി, അതിൽ ഈ രണ്ട് റെഡ് ലൈൻസ് വരുന്നില്ലേ ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു റെഡ് ലൈൻ അതിൻ്റെ ബേസ് ആണ് അല്ലേ ഈ ട്രയാങ്കിളിൻ്റെ, അതിന് പാരലായിട്ടല്ലേ ഇവിടെ എ എം എന്ന് പറയുന്ന ലൈൻ വന്നിരിക്കുന്നത്. ഇത് എ ആണ്. ഈ എ എം എന്ന് പറയുന്ന ലൈൻ അവിടെ വന്നിരിക്കുന്നത് എന്താണ്, ഈ ക്യൂ എന്നിന് പാരലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു സൈഡിന് പാരലായിട്ട് വരുന്ന ലൈൻ മറ്റ് രണ്ട് സൈഡുകളെ എന്ത് ചെയ്യും, അതായത് ഈ പി എന്നിനെയും പി ക്യൂനെയും ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ നമുക്കത് അങ്ങനെ എഴുതിക്കൂടെ? ഇവിടെ നോക്കി നിങ്ങൾ, പി എം ഏതാണ് വരിക, പി എം ബൈ, ഓക്കെ ഞാനിവിടെ എഴുതാം, പി എം ബൈ
ഇതാണ് നമ്മുടെ പി എം അല്ലേ, ഇത് പി എം ബൈ എം എൻ ഈക്വൽ ടു ഇവിടെയോ പി എ ബൈ എ ക്യൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടില്ലേ നമുക്ക്. അപ്പോൾ പി എം ബൈ എം എൻ ഇസ് ഈക്വൽ ടു പി എ ബൈ എ ക്യൂ. അപ്പോൾ അതൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി കൺസിഡർ നമ്മുടെ ഈ ട്രയാങ്കിൾ, ഇതിൻ്റെ പേരെന്താ, എസ് ആർ എം അല്ലേ, ട്രയാങ്കിൾ എസ് ആർ എം, അതായത് നമ്മുടെ ഓറഞ്ച് ട്രയാങ്കിൾ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഓറഞ്ച് യെല്ലോ എന്ന് കൊടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമല്ലോ. എസ് ആർ എം ആ ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കിയേ. അവിടെ നമ്മുടെ നോക്കിയേ എസ് എം എന്ന് പറയുന്ന ബേസിൻ്റെ പാരലായിട്ടല്ലേ ഈ ബി എൻ എന്ന് പറയുന്ന ലൈൻ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ ആ തിയറം. ഇതുപോലെ ഇവിടെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ വരിക അല്ലേ. അതായത് ഏതെങ്കിലും ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ മറ്റ് രണ്ട് സൈഡുകളെ ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അതും എഴുതിക്കൂടെ, എന്തെഴുതാം, ആർ ബി, ആ ട്രയാങ്കിളിൽ നോക്കി ആർ ബി ബൈ ബി എസ് അല്ലെങ്കിൽ എസ് ബി, ആർ ബി ബൈ എസ് ബി ഇസ് ഈക്വൽ ടു ഇവിടുത്തെ എന്താ വരിക, ആർ എൻ ബൈ ഇവിടെ എന്താ എം എൻ അല്ലേ, ആർ എൻ ബൈ എം എൻ. ഇങ്ങനെ എഴുതിക്കൂടി നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. ഇനി ഇവിടെ നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഈ രണ്ട് ട്രയാങ്കിൾ നിങ്ങൾ നോക്കുക. ഈ രണ്ട് ട്രയാങ്കിളിൽ നമ്മളിപ്പോൾ എഴുതിയ ഈ ഒരു പോയിന്റ് ഇല്ലേ, അത് നിങ്ങൾ നോക്കിക്കേ. ഇവിടെ പി എം ബൈ എം എൻ, അതുപോലെ പി എ ബൈ എ ക്യൂ അല്ലേ, പി എം ബൈ എം എൻ, പി എ ബൈ എ ക്യൂ. ഇവിടെ ഈ പി എ ബൈ എ ക്യൂ എന്ന് പറഞ്ഞാലേ ഈ ഒരു പോയിന്റ് നോക്കി നിങ്ങൾ, ഇത് രണ്ടും ഈക്വലാന്ന് പറഞ്ഞു അല്ലേ. രണ്ട് ഈക്വൽ പാർട്ടുകൾ ബൈ ചെയ്യുമ്പോൾ അത് ഒന്നായി മാറില്ലേ അതിൻ്റെ വാല്യൂ. കാരണം പി എയും എ ക്യൂവും നമ്മൾ പറഞ്ഞു ഈക്വലാണ് അല്ലേ, ഇത് മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ ഇത് ഈക്വലാണ്. അപ്പോൾ ഇത് ഈ ഒരേ സംഖ്യ, അതായത് ഈക്വൽ ആയിട്ടുള്ള പാർട്ടുകൾ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഒന്നാവില്ലേ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് 1 എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 1 ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇത് നോക്കിക്കേ നിങ്ങൾ, ഈ ആർ ബി ബൈ എസ് ബി, ആർ ബി പിന്നെ എസ് ബി, ഇത് രണ്ടും ഈക്വൽ അല്ലേ. അപ്പോൾ ഈ ഒരു വാല്യൂം അതെന്തായിട്ട് മാറും, ഈക്വൽ ടു 1 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് പകരം 1 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും, ഇത് ഇക്വേഷൻ നമ്പർ 1. നിങ്ങൾക്ക് മനസ്സിലായി, വേറെ കളറിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഇക്വേഷൻ 1 ആണ് ഇത് നമ്മുടെ ഇക്വേഷൻ 2. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷനെ നമ്മൾ ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, ഇവിടെ ഇത് ഞാൻ ഈക്വൽ 1 ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം, ഇവിടെ ഇതിനെ പി എം ബൈ എം എൻ ഇസ് ഈക്വൽ ടു 1 എഴുതാം. കാരണം ഇത് രണ്ടും ഈക്വൽ പാർട്ടുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബൈ ചെയ്യുമ്പോൾ 1 ആയിപ്പോയി. അപ്പോൾ ഇതിന് നമുക്ക് പി എം ഇസ് ഈക്വൽ ടു എം എൻ എഴുതി കൂടെ, പി എം ഈ എം എൻ അങ്ങോട്ട് പോകുമ്പോൾ പി എം ഇസ് ഈക്വൽ ടു എം എൻ ആവും അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1നെ സോൾവ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇക്വേഷൻ നമ്പർ 2 നോക്കിക്കേ, ആർ ബി ബൈ എസ് ബി. ആർ ബി ബൈ എസ് ബി എന്ന് പറഞ്ഞാൽ ഏതാ, ആർ ബി ബൈ എസ് ബി അല്ലേ. അത് ഈക്വൽ ടു 1 ആവില്ലേ, കാരണം അത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഒരേ പാർട്ടുകൾ സെയിം നമ്പറുകൾ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് 1 ആയി മാറും. അപ്പോൾ നമുക്ക് അത് എഴുതാം. അതിങ്ങനെ എഴുതാം, എസ് ബി ആർ ബി ബൈ എസ് ബി ഇസ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു ആർ എൻ ബൈ എം എൻ എഴുതാം. അതായത് ഇതിനെ നമുക്ക് എന്ത് എഴുതാം, ഈ എം എൻ ഇങ്ങോട്ട് കൊടുന്നൂടെ. അപ്പോൾ എം എൻ ഇസ് ഈക്വൽ ടു ആർ എൻ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഇക്വേഷൻ 1ഉം ഈ ഇക്വേഷൻ 2ഉം നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയേ. ഇവിടെ എം എൻ ഇസ് ഈക്വൽ ടു പി എം, ഇവിടെ എം എൻ ഇസ് ഈക്വൽ ടു ആർ എൻ. അങ്ങനെയാണെങ്കിൽ എം എൻ ഇതിനോട് പി എമ്മിനോട് ഈക്വൽ ആണ്, എം എൻ ആർ എന്നിനോടും ഈക്വൽ ആണെങ്കിൽ ഇവർ 3 പേരും ഈക്വൽ ആവില്ലേ. പി എം ഇസ് ഈക്വൽ ടു എം എൻ ഇസ് ഈക്വൽ ടു ആർ എൻ എഴുതിക്കൂടെ. അപ്പോൾ അതന്നെയല്ലേ ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്, പി എം ഇസ് ഈക്വൽ ടു എം എൻ ഇസ് ഈക്വൽ ടു ആർ എൻ. ആർ എന്ന് പറഞ്ഞാൽ എൻ ആർ, സെയിം അല്ലേ. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക, നല്ല ഈസിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ബാക്ക് അടിച്ചിട്ട് കണ്ടു നോക്കാം. ഓക്കെ,